ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ മൂവി മാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഹിറ്റ് 3, നാനിയുടെ ഹിറ്റ് 3 നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ റെട്രോയുടെ ക്ഷീണമൊക്കെ മാറിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് നമ്മുടെ ഹിറ്റ് 3യുടെ റിവ്യൂയിലോട്ട് പോവാം. അപ്പം ബയോ. അപ്പൊ പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അടിപൊളി പടമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാനിയുടെ ഒരു അടിപൊളി പടം തന്നെയായിരുന്നു ഹിറ്റ് 3. നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ ഇന്ന് തന്നെയാണ് റെട്രോയും കണ്ടത്. റെട്രോയുടെ എല്ലാ ക്ഷീണവും മാറ്റിയിട്ടാണ് ഞാൻ വന്നിരുന്നത്. റെട്രോയുടെ എല്ലാ ക്ഷീണവും ഹിറ്റ് 3 മാറ്റി തന്നിട്ടുണ്ട്. അപ്പം പടത്തിന് ഓവറോൾ പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പം ഫസ്റ്റ് ഹാഫ് ഒരു ഗ്രാഫിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഹൈ ലെവൽ ഗ്രാഫിലാണ് പോകുന്ന പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പറഞ്ഞാൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെ കുറച്ച് ഡിസ്റ്റർബിങ് ആക്കുന്ന രീതിയിലൊക്കെ വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തേനും ചുകരയിൽ കുളിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം നോക്കി ശ്രദ്ധിക്കുക. ഒത്തിരി ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകാതിരിക്കുക. അങ്ങനെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഓവറോൾ ആയിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റോറി വരുമ്പോൾ നമ്മുടെ ഹിറ്റ് ഫസ്റ്റും സെക്കൻഡും കണ്ടവർക്കറിയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് രണ്ടും. അപ്പം ലാസ്റ്റ് ഒരു ലീഡ് തന്ന് ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടുത്തൊരു പാർട്ടിലോട്ട് പോകുന്ന ഒരു ക്ലൈമാക്സിലാണ് ഹിറ്റ് ഫസ്റ്റും സെക്കൻഡും തീർന്നത്. പക്ഷേ ഇതിൻ്റെ അതെന്ന് പറയുമ്പം ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണെങ്കിലും കുറച്ചുകൂടെ ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത്, നമ്മുടെ നാനി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആണ് ചെയ്തേക്കുന്ന പടം. അപ്പം ത്രൂ ഇൻവെസ്റ്റിഗേഷൻ ഒരു ആക്ഷൻ പടം കൂടെ തന്നെയാണ്. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ പടം കാണാൻ, അതായത് ഹിറ്റ് 3 കാണണമെങ്കിൽ ഹിറ്റ് 1ഉം 2ഉം കണ്ടിട്ട് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഈ പടം കണ്ടാൽ അത്യാവശ്യം കണക്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഒത്തിരി ഇത് തന്നെ എന്നൊന്നും തോന്നത്തൊന്നുമില്ല. അത്യാവശ്യം പടം കണക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് സെക്കൻഡ് കണ്ടവർക്ക് അത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില സീൻസ്. പിന്നെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പടം ഓവറോൾ കണ്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പടം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര എൻഗേജിങ് ആണ്. എടുത്തു വരേണ്ട കാര്യമായിരുന്നത്. ഹിറ്റ് ഭയങ്കര എൻഗേജിങ് ആണ് സിനിമ കാണുമ്പോൾ. എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെ ഫീമെയിൽ ക്യാരക്ടർ, അതിൻ്റെ അകത്ത് നായിക എന്ന് പറയുമ്പം നമ്മുടെ KGF-ലെ ഒക്കെ നായികയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയത് അതായത് നാനി അവളായിട്ട് പുള്ളിക്കാരിയായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയത് കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നി. അപ്പം അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അത് എൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാവരും പോയി പടം കാണുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കുറിച്ച് പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് പോകുമ്പോൾ നമ്മുടെ ത്രൂ ഒരു ഇൻവെസ്റ്റിഗേഷൻ സെറ്റപ്പ് തന്നെയാണ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് പടത്തിന്റെ ഓവറോളായിട്ട് ഫുള്ള് മാറ്റി, ഗ്രാഫ് ഫുള്ള് മാറ്റിയിട്ട് പക്ക ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് വരുന്നത്. ഭയങ്കര ആക്ഷനാണ്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പടം മുമ്പോട്ട് പോകുന്നത് ത്രൂ നാനി കൂടെ തന്നെയാണ്. നാനി ഷോൾഡറിലാണ് പടം മുമ്പോട്ട് പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹിറ്റ് 2ലെ പോലെ തന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഹിറ്റ് 4 ലീഡ് വെച്ച് ക്യാമിയോ വരുന്നുണ്ട്. അതൊരു ബ്രഹ്മാണ്ഡ സെറ്റപ്പ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു ക്യാമിയോ ആണ് അത്. നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. പിന്നെ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ സീക്വൻസസും കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. പക്ഷെ അതെല്ലാം നിങ്ങൾക്കൊരു സ്പോയിലർ ആണത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു ഇതെന്ന് പറയാനായിട്ട് തമിഴിൽ നിന്നുള്ളൊരു മെയിൻ ക്യാരക്ടറാണ്, മെയിൻ ലീഡ് വരുന്നൊരു ക്യാരക്ടറാണ്. തമിഴിൽ നിന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഹിറ്റ് 4 അപ്പം നമുക്ക് എന്നൊക്കെയാലും പ്രതീക്ഷിക്കാം. എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി തന്നെ പോയി മൂവി കാണുക. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നഷ്ടമാണ്. പിന്നെ റെട്രോ കണ്ട് ഇതായിട്ടിരിക്കുന്നവർക്ക് പോയി സന്തോഷിക്കാനുള്ളൊരു വകയാണ് നാനി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാനിയുടെ ഹിറ്റ് 3 ഇത്രേ ഉള്ളൂ. നമ്മുടെ റിവ്യൂ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു മൂവി അല്ലെങ്കിൽ അടുത്തൊരു മൂവിയുടെ അപ്ഡേറ്റുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.